ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പുമായി അല്ലു അർജുൻ്റെ പുഷ്പ ടു ദ റൂൾ പ്രദർശനത്തിനെത്തി ഒരു മാസത്തോടടുക്കുമ്പോൾ ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ 1800 കോടി രൂപ പിന്നിട്ടു. ഹിന്ദി ബെൽറ്റിൽ ചിത്രം ശക്തമായി മുന്നേറുന്നതിനാൽ വാരാന്ത്യത്തിൽ കളക്ഷൻ കുതിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ്നിൽക്കിൻ്റെ കണക്ക് പ്രകാരം പുഷ്പ 2 വ്യാഴാഴ്ച മാത്രം 5.1 കോടി രൂപ നേടി. ഇതിൽ 3.75 കോടി രൂപയും ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നാണ്. തെലുഗുവിൽ നിന്ന് 1.18 കോടിയും തമിഴിൽ നിന്ന് 15 ലക്ഷം രൂപയും കന്നഡ, മലയാളം എന്നിവിടങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം ചിത്രം നേടിയിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. തെലുഗു, ഹിന്ദി, തമിഴ്, കന്നഡ, ബംഗാളി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങിയത്. നേരത്തെ ആഗോള കളക്ഷനിൽ SS രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ RRRൻ്റെയും KGF ചാപ്റ്റർ 2ൻ്റെയും SS രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി 2ൻ്റെ റെക്കോർഡുകൾ പുഷ്പ ടു ദ റൂൾ മറികടന്നിരുന്നു. RRRന് 1230 കോടിയാണ് ആഗോള കളക്ഷൻ. KGF ചാപ്റ്റർ 2ന് 1215 കോടിയും ബാഹുബലി 2ന് 1790 കോടിയുമാണ് ആഗോള കളക്ഷൻ ഉണ്ടായിരുന്നത്. അതേ ബാഹുബലി 2നെയാണ് ഇപ്പോൾ 1800 കോടി കളക്ഷൻ മറികടന്നപ്പോഴത്തേക്കും ബാഹുബലി 2നെയാണ് പുഷ്പ ടു ദ റൂൾ മറികടന്നിട്ടുള്ളത്. ഇനി മുൻപിലുള്ള ചിത്രം ആമിർ ഖാൻ ചിത്രമായ ദംഗൽ മാത്രമാണ്. ആമിർ ഖാൻ ചിത്രമായ ദംഗലിൻ്റെ ആഗോള കളക്ഷൻ റെക്കോർഡും 2070 കോടി പുഷ്പ തിരുത്തുമോ എന്നാണ് ഇനി ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഇതേ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ഈ റെക്കോർഡും പുഷ്പം പോലെ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ശ്രദ്ധേയമായ ഒരു കാര്യം ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദംഗൽ 2000 കോടി രൂപ എന്ന ആഗോള കളക്ഷൻ ബ്രീച്ച് ചെയ്യുന്നത് ചൈനീസ് റിലീസിന് ശേഷമാണ്. എന്നാൽ 1800 കോടി എന്ന ഈ ആഗോള കളക്ഷനിലേക്ക് പുഷ്പ ടു ദ റൂൾ എത്തിയത് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് മാത്രമാണ്. തെലുഗു ആണ് ബേസ് ലാംഗ്വേജ്. തെലുഗു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി, ബംഗാളി എന്നീ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് മാത്രമാണ് ഈ 1800 കോടി എന്ന കളക്ഷനിലൂടെ ആഗോള കളക്ഷനിലേക്ക് പുഷ്പ ടു ദ റൂൾ എത്തിയത്. പക്ഷേ ദംഗൽ ആഗോള കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്നത് റിലീസിന് 6 മാസത്തിന് ശേഷം ആമിർ ഖാൻ സിനിമ ദംഗൽ ചൈനീസ് ഭാഷയിൽ റിലീസ് ചെയ്തിരുന്നു. അത് അവിടെ വലിയ സക്സസ് ആയിരുന്നു. ഏകദേശം 1000 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ ചൈനയിൽ നിന്ന് മാത്രം ആ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് സിനിമ 2000 കോടി എന്ന ആ നമ്പർ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡ് ഇപ്പോൾ പുഷ്പയ്ക്കൊപ്പമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കുറച്ചുകൂടെ കളക്ഷൻ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് തന്നെ ദംഗലിൻ്റെ റെക്കോർഡ് മറികടക്കാൻ പുഷ്പ ടു ദ റൂളിനാകുമെന്നാണ് ഇപ്പോൾ സിനിമാ വ്യവസായ രംഗത്തെ പ്രമുഖർ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. മറ്റ് സിനിമകളൊന്നും ഉടനെ തന്നെ ഹിന്ദി മാർക്കറ്റിൽ റിലീസാവുന്നില്ല. എന്നതിനാലും ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾക്ക് ഇനിയും തിയേറ്ററിൽ പ്രദർശനം നടത്താമെന്നുള്ളതിനാൽ OTT റിലീസിനെ കുറിച്ച് ഇതുവരെ ചർച്ചകളൊന്നും പുറത്ത് വരാത്തതിനാലും പുഷ്പ ടു ദ റൂൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആഗോള കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ ആവുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.